الحمد لله الذي جعل أيام العشر من أفضل الأيام وأشهد أن لا إله إلا الله وحده لا شريك له له الملك القدوس السلام وأشهد أن محمدا عبده ورسوله أفضل الخلق وسيد الأنام صلى الله عليه وآله وصحبه البررة الكرام أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പടച്ച റബ്ബ് അവൻ സൃഷ്ടിച്ച പല വസ്തുക്കളിൽ നിന്നും മറ്റുള്ളവർക്ക് ചില ശ്രേഷ്ഠതകൾ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. 12 മാസങ്ങളിൽ നിന്ന് പരിശുദ്ധ റമളാൻ മാസത്തിന് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിന് സവിശേഷത നൽകിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ സവിശേഷത നമുക്കറിയാം. പ്രദേശങ്ങളിൽ മക്ക നഗരത്തിനുള്ള സവിശേഷത, അതുപോലെ തന്നെ പള്ളികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, ബൈത്തുൽ മുഖദ്ദസ് തുടങ്ങിയിട്ടുള്ളവർക്ക് മറ്റുള്ള പള്ളികളിൽ നിന്ന് സവിശേഷതയുണ്ട് എന്നറിയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ദൂതന്മാരായി പറഞ്ഞയച്ചവരിൽ നിന്ന് ഉലുൽ അസ്മ് എന്നുള്ള നിലക്ക് ചില സവിശേഷതകൾ നൽകപ്പെട്ട പ്രവാചകന്മാരെ പരിചയപ്പെടുത്തി. അതിൽ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ശ്രേഷ്ഠർ എന്നുള്ള നിലക്ക് പരിചയപ്പെടുത്തി. ഇതുപോലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഒക്കെ കൂട്ടത്തിൽ ഏറെ സവിശേഷത അർഹിക്കുന്ന ഒരു മാസത്തിലും അതുപോലെ തന്നെ ചില ദിവസങ്ങളിലുമാണ് ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. ദുൽഹിജ്ജ 10 ദിവസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളിൽ നിന്ന് ഏറെ സവിശേഷതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിന്റെ തുടക്കത്തിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആ 10 രാത്രികൾ, 10 ദിവസങ്ങൾ, അത് ദുൽഹിജ്ജ 10 ആകുന്നു, ദുൽഹിജ്ജ 10 ദിവസങ്ങളാകുന്നു എന്നാണ് ചില അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. അതിനു പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിവസത്തിന്റെ സവിശേഷത വിശദീകരിച്ച് തരുന്ന ഭാഗങ്ങൾ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. മാ മിൻ അയ്യാമിൽ അമലു അസ്സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമൽ അശ്ർ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം അത് ഈ 10 ദിവസങ്ങളിൽ, അതായത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാകുന്നു എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നടത്തുന്ന ജിഹാദ് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠകരമാണോ ഈ 10 ദിവസത്തിലെ അമലുകൾക്കുള്ളത് എന്ന് സഹാബികൾ സംശയം ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ
നിങ്ങൾ നടത്തുന്ന ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകർ പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരാൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവന്റെ ധനം, അവന്റെ ശരീരം എല്ലാവുമായിട്ട് പുറപ്പെടുകയും ഒന്നുമില്ലാതെ തിരിച്ചു വരികയും ചെയ്തു, എന്നാൽ എല്ലാം അവിടെ സമർപ്പിച്ചു, അവിടെ ഷഹീദായി എങ്കിൽ അതൊഴിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രേഷ്ഠകരമാണ് ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ അറിയിക്കുകയാണ്. അതിന്റെ ചില കാരണങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ ശ്രേഷ്ഠകരമായ ഒരുപാട് സന്ദർഭങ്ങൾ ഈ ഒരു 10 ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്നു. അതിലൊന്ന് അറഫ ദിനമാണ്. നമുക്കൊക്കെ അറിയാം, ഈ ദിവസങ്ങളിൽ വരുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു ദിവസമാണ് അറഫ ദിനം, ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9 ആ ദിവസത്തിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഹാജിമാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അൽ ഹജ്ജു അറഫ എന്നാണ് അറഫ ദിനത്തെ സംബന്ധിച്ച് പരിചയപ്പെടുന്നത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളായി ഒരുപാട് കർമ്മങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ കർമ്മങ്ങളുടെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം അറഫയിൽ നിൽക്കലും അവിടെ നിന്നുള്ള നമസ്കാരവും അതുപോലെ തന്നെ ദുആയും ഒക്കെയാണ് എന്നാണ് പരിചയപ്പെടുത്തിയതിന്റെ താല്പര്യം. അതോടൊപ്പം തന്നെ അറഫയിൽ നിൽക്കാൻ ഒരു ഹാജിക്ക് സാധിച്ചില്ലെങ്കിൽ അവന് ആ ഹജ്ജ് പോലും ഇല്ലാത്ത അവസ്ഥയായി പോകും എന്നതുകൊണ്ടാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത്. ഇനി ആ ഹജ്ജിന് പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളവും ആ സന്ദർഭം വളരെ വിലപ്പെട്ടതാകുന്നു എന്നതാണ്. അറഫ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അത്രമാത്രം ശ്രേഷ്ഠകരമാണ് എന്നാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ, വർഷങ്ങളിലെ പാപങ്ങളെല്ലാം പൊറുത്തു തരുമാറ് വളരെയേറെ ശ്രേഷ്ഠകരമാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പിനെ സംബന്ധിച്ചു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരം ആ ഒരു ദിവസം ഈ ഒരു ദുൽഹിജ്ജ 10 കടന്നു വരുന്നത് എന്നതുകൊണ്ട് ദുൽഹിജ്ജ 10 ശ്രേഷ്ഠത അവിടെ വർദ്ധിക്കുക. അതുപോലെ തന്നെ യൗമുൻ നഹർ എന്ന് പേരിട്ടിട്ടുള്ള ദുൽഹിജ്ജ 10, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. അള്ളാഹുവിന്റെ അടുത്ത് ഏറെ ശ്രേഷ്ഠകരമായിട്ടുള്ള ദിവസങ്ങളിൽപ്പെട്ട മറ്റൊരു ദിവസമാകുന്നു യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ വഹുവ ആശിറു ദുൽഹിജ്ജ. ദുൽഹിജ്ജ 10 അതാണ് യൗമുൻ നഹർ, അറബിന്റെ ദിവസം എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു ദിവസവും കടന്നു വരുന്നു ഈ ഒരു 10 ദിവസങ്ങളിൽ എന്നതുകൊണ്ട് ഈ 10 ദിവസങ്ങൾക്ക് ശ്രേഷ്ഠത വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയെ സംബന്ധിച്ച് നമുക്ക് കാണാം. ഖാല ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ വിശദീകരിക്കുകയാണ്. വല്ലദീ യദ്ഹറു അന്ന സബബ ഫീ ഇംതിയാസ് അശ്രി ദിൽഹിജ്ജ. ദുൽഹിജ്ജ 10 ദിവസങ്ങൾക്ക് സവിശേഷത ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദാത്തി ഫീഹി. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇബാദത്തുകളായി പരിചയപ്പെടുത്തിയിട്ടുള്ള മിക്ക ഇബാദത്തുകളും ഈ ഒരു 10 ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു എന്നതാണ്. ഏതൊക്കെയാണത്? വഹിയ അസ്വലാ, സ്വലാത്ത്, നിസ്കാരം എല്ലാ ഇതിലുള്ളതുപോലെ തന്നെ ഈ ഒരു മാസത്തിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ വസിയാം, നോമ്പ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ദുൽഹിജ്ജ 9 നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സദഖ വർദ്ധിപ്പിക്കണം, അത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നെയോ വൽ ഹജ്ജ്, ഹജ്ജ് വരുന്നുണ്ട്. റമദാൻ മാസത്തിൽ ഈ പറഞ്ഞതിലൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഹജ്ജ് അവിടെ വരുന്നില്ല. എന്നാൽ ഇവിടെ ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ സദഖ, നോമ്പ്, സ്വലാത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഇബാദത്തുകളും വരുന്നത് ഈ ദിവസങ്ങളിലാകുന്നു എന്നത് ഈ ഒരു ദിവസങ്ങളുടെ സവിശേഷതയാകുന്നു. മറ്റു സന്ദർഭങ്ങളിലൊന്നും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സന്ദർഭമില്ല. ചിലത് വരുമ്പോൾ ചിലതുണ്ടാവില്ല. എന്നാൽ ഈ 10 ദിവസങ്ങളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള മിക്ക ഇബാദത്തുകളും, വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്ന സന്ദർഭമാകുന്നു എന്നതുമാണ് ഈ 10 ദിവസങ്ങൾക്ക് സവിശേഷതയുണ്ടാകാൻ കാരണം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ദിവസങ്ങൾ സവിശേഷ അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ പരിചയപ്പെടുമ്പോൾ
എന്താണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടത്? ഇതിന് സവിശേഷതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ചിലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. നേരത്തെ പറഞ്ഞ നമ്മുടെ ഹദീസിന്റെ ആ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നാം ഈ ദിവസങ്ങളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകർ പറഞ്ഞു ഫഅക്സിറൂ ഫീഹിന്ന. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണം മിനത് തഹ്ലീലി വത്തഹ്മീദി വത്തസ്ബീഹി വത്തക്ബീർ. തഹ്ലീൽ വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് പേരാണ് തഹ്ലീൽ എന്നത്. അതുപോലെ തന്നെ തഹ്മീദ് അൽഹംദുലില്ലാഹ് വത്തസ്ബീഹ് സുബ്ഹാനല്ലാഹ് വത്തക്ബീർ അല്ലാഹു അക്ബർ. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠകരമായി വരേണ്ടുന്നത്, ധാരാളമായി വരേണ്ടുന്നതാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമതായി ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുൽഹിജ്ജ 9 കടന്നു വരുന്നുണ്ട്. ആ ദുൽഹിജ്ജ 9 ഹാജിമാർ 9ന്റെ ദിവസം ദുൽഹിജ്ജ 9-ന് അറഫയിൽ ഒരുമിച്ച് കൂടുന്നു. ആ ഒരു സന്ദർഭത്തിൽ ഹാജിമാരല്ലാത്തയാൾ, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പില്ല. അല്ലാത്ത ആളുകൾ നോമ്പ് നോൽക്കേണ്ടതാണ്. സിയാം യൗമി അറഫ, യൗമ അറഫയിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞു അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹു വസനതല്ലതി ബഅദഹു. അല്ലാഹുവിന്റെ അടുത്ത് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും ഒക്കെ പാപങ്ങൾ പുറത്തു തരുമാറ് ശ്രേഷ്ഠകരമാണ് എന്നാണ്. അത്രയും പ്രാധാന്യമുള്ള നോമ്പാകുന്നു എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്ന അമലുകൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാകുന്നു അറഫ ദിനത്തിലുള്ള നോമ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ആ നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, ഇപ്പൊ പുതുതായിട്ട് ചില ആളുകളിൽ ഒരു പ്രവണത കണ്ടുവരുന്നു. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഒരു നോമ്പ് സുന്നത്തുണ്ട് എന്നുള്ളത്. നമുക്കറിയാം അമലുകളെല്ലാം വർദ്ധിപ്പിക്കാം. നമസ്കാരം വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ 100 2 പ്രാവശ്യം നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, നമ്മൾ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്നു, അതുപോലെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അതാണ് നമസ്കാരം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നോമ്പ് വർദ്ധിപ്പിക്കാം എന്നുള്ള നിലയ്ക്ക് നമുക്ക് നോമ്പ് വർദ്ധിപ്പിക്കാം. ഇപ്പോ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാത്ത ആളുകൾക്ക് ഈ പ്രത്യേകമായ ദിവസങ്ങളിൽ തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം, അതുപോലെ തന്നെ വ്യാഴാഴ്ച നോമ്പുകൾ നോൽക്കാം. ഇനി അതല്ലാതെയും നോമ്പ് വർദ്ധിപ്പിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നോമ്പുണ്ട് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു നോമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല. എവിടെയും നമുക്കത് കാണാൻ കഴിയില്ല. സുന്നത്തായ നോമ്പുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞു പോയ തെറ്റാണ്, വ്യാഴാഴ്ചകളിലുള്ള നോമ്പിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയ്യാമുൽ ബീദ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മുഹറം മാസത്തിലെ നോമ്പിനെ സംബന്ധിച്ചൊക്കെ പരിചയപ്പെടുത്തി. എന്നല്ലാതെ ഇങ്ങനെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ദിവസങ്ങളിൽ, 10 എന്ന് പറഞ്ഞാൽ 9 വരെ, 9 അതിൽ കൂട്ടിയിട്ടുള്ള ദിവസങ്ങളിൽ ഒരു നോമ്പുണ്ട് എന്നുള്ള നിലക്ക് മനസ്സിലാക്കി അങ്ങനെ പ്രചരിപ്പിച്ച് നോക്കുന്ന നോമ്പ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കില്ല. എന്നാൽ നോമ്പ് വർദ്ധിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ, അത് നോമ്പ് മാത്രമല്ല, നിസ്കാരം അതുപോലെ തന്നെ മറ്റു എല്ലാ ആരാധനാ കർമ്മങ്ങളും വർദ്ധിപ്പിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, നമ്മൾ റമദാൻ മാസത്തിൽ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതുമാണ്. പിന്നീട് നമ്മൾ ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മറ്റൊന്ന് നമസ്കാരം വർദ്ധിപ്പിക്കുക. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ ചെയ്യുന്ന നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങൾ എണ്ണം നമുക്ക് കൂട്ടാൻ കഴിയില്ല. എന്നാൽ അതിന്റെ മുമ്പും ശേഷവും ഉള്ള റവാത്തിബ് സുന്നത്തുകൾ വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾക്ക് പ്രത്യേകമായ താല്പര്യം കൊടുക്കാം. ആ നിലയിൽ നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സ്വതക്ക പോലെയുള്ള കാര്യങ്ങൾ ഈ സന്ദർഭങ്ങളിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതിന്റെ സവിശേഷമായ ദിവസങ്ങളിലെ പുണ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മാ ഇഫ്തറത്തു അലൈഹി. ഒരു അടിമ എന്നിലേക്ക് അടുക്കുന്നില്ല എന്നാണ്. എങ്ങനെയല്ലാതെ
അഹബ്ബു ഇലയ്യ മിമ്മാ ഇഫ്തറത്തു അലൈഹി, ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയമമാക്കിയിട്ടുള്ള നിർബന്ധമാക്കിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു അടിമ എന്നിലേക്ക് അടുക്കുന്നത്. അതുപോലെ തന്നെ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബു, ഇനി നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ നവാഫിലായിട്ടുള്ള നിർബന്ധമല്ലാത്ത സുന്നത്തായി പരിചയപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങളുണ്ട്. അത് ചെയ്തുകൊണ്ടും ഒരു അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നത്. അപ്പോ ഈ സവിശേഷമായ ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായി പരിചയപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അത് കുറച്ചുകൂടെ കൃത്യതയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അനുഷ്ഠിക്കുക. അതിന്റെ പുറമെ സുന്നത്തായി പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏറെ ശ്രേഷ്ഠകരമായ മാസമാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ 10 ദിവസങ്ങളെ അതിലേറെ ശ്രേഷ്ഠകരമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ധാരാളം നന്മകൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവോട് തേടിക്കൊണ്ടിരിക്കുക എന്നതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നു. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ എന്നാണ്. നിങ്ങൾ എന്റെ മഗ്ഫിറത്തിലേക്ക്, അല്ലാഹു പറയാണ്, എന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വന്നുകൊണ്ടിരിക്കണം. ഏത് സന്ദർഭത്തിലും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ശ്രേഷ്ഠകരമായ ദിവസമാകുമ്പോൾ ആ ഒരു ധൃതി കൂടുതലായിരിക്കണം എന്നതാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക. എന്നിട്ടോ വജന്നത്തിൻ, അതുവഴി സ്വർഗത്തിലേക്കും എന്നാണ്. സ്വർഗത്തിലേക്ക്. അപ്പൊ പാപമോചനം ലഭിക്കുമ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നത്. അപ്പൊ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. അങ്ങനെ സ്വർഗത്തിലേക്കും ആ സ്വർഗത്തെ പരിചയപ്പെടുത്തി തരുന്നു. ആകാശഭൂമികളോളം വിശാലമാകുന്നു ആ സ്വർഗം. അത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരുക്കി വെച്ചതാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. അപ്പോ ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ അതുകൂടെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ധാരാളം നന്മകൾ ചെയ്യുകയും നമ്മളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം തേടാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാണ്. നമ്മൾ മനസ്സിലാക്കിയത് ഈ സന്ദർഭം, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു സന്ദർഭം വളരെയേറെ ശ്രേഷ്ഠകരമാണ്. ശ്രേഷ്ഠകരമായ ദിനരാത്രങ്ങൾ എന്നതുകൊണ്ട് തന്നെ ധാരാളം നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു പവിത്രമാക്കിയ മാസവും ആ പവിത്രമാക്കിയ മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളും കടന്നു വരുമ്പോൾ ഈ പറഞ്ഞ നന്മകളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ട് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ പവിത്രത, ഒരു കാര്യത്തിന് അല്ലാഹു പവിത്രത തന്നെ. ഇപ്പൊ നമ്മളൊരു തെറ്റ് എവിടെയെങ്കിലും വെച്ച് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഒരു പള്ളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊരു തെറ്റ് ചെയ്യും. ഒരു മോശപ്പെട്ട കാര്യം
മറ്റൊരു സ്ഥലത്ത് ചെയ്യുന്നതും അത് പള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ടൊരു മോശപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഗൗരവവും വർദ്ധിക്കും. കാരണം പള്ളി അള്ളാഹു പവിത്രമാക്കിയ ഒരു സ്ഥലമാണ്, ആളുകൾ ഇബാദത്തെടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ടൊരു തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പുറത്ത് വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസം. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ, അതുപോലെ തന്നെ ശ്രേഷ്ഠകരമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ദിനങ്ങൾ, ആ ദിനങ്ങളിൽ ധാരാളം നന്മ ചെയ്യണം എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ആ ദിവസങ്ങളിൽ തിന്മകൾ വരാതെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാകുന്നു എന്നാണ്. അപ്പൊ ആ നിലയ്ക്ക് തന്നെ ഈ ദിവസങ്ങളിൽ തെറ്റുകളിൽ നിന്ന് പാപമോചനം തേടുന്നതോടൊപ്പം തെറ്റുകൾ വരാതെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടെ ഇതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കർമ്മം, അത് ദുൽഹിജ്ജ 10 അല്ലെങ്കിൽ പെരുന്നാളിന് ശേഷം നമ്മൾ ചെയ്യുന്നത്, ഈ ദുൽഹിജ്ജ 10 ഉൾപ്പെടുന്ന ഒന്നാകുന്നു ഉദ്ഹിയ്യത്ത് കർമ്മം എന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിയ്യത്ത് വെച്ചിട്ടുള്ള ആളുകൾ, അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ റഅയ്തും അൽ ഹിലാല ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ മാസം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 1 ആയി കഴിഞ്ഞാൽ, വഅറാദ അഹദുകും അൻ യുളഹിയ, ഉദ്ഹിയ്യത്ത് അർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരിഹി. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വരെ അവന്റെ മുടിയും അതുപോലെ തന്നെ നഖവും ഒക്കെ അവിടെ പിടിച്ചു വെക്കണം. എന്ന് പറഞ്ഞാൽ മുടി വെട്ടാനോ നഖം മുടിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളത് പരിചയപ്പെടുത്തി. അപ്പൊ ആ ഒരു ബലികർമ്മത്തിന്റെ പൂർണ്ണതക്കും അതുപോലെ തന്നെ അതിന്റെ ശ്രേഷ്ഠതക്കും അത് വളരെ ഏറെ ഗുണകരമാണ് എന്നുള്ള നിലയിൽ അത് പരിചയപ്പെടുത്തി തരുന്നു. ഇനി അഥവാ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബലികർമ്മം സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ള നിലക്കൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതില്ല. എന്നാൽ വളരെയേറെ ശ്രേഷ്ഠകരമാണ്. ആ ഒരു എപ്പോഴും ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അതിന്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ അതിന്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കാൻ ആവശ്യമാണ്. അപ്പൊ ഇത് അവഗണിക്കേണ്ടുന്ന ഒന്നല്ല. എന്നാൽ അഥവാ അങ്ങനെ ചെയ്തു പോയാൽ നമ്മുടെ ബലികർമ്മൊന്നും സ്വീകരിക്കപ്പെടുകയില്ലല്ലോ എന്നുള്ളൊരു ബേജാറും ഉണ്ടാകേണ്ടതില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അവരുടെ മുടി അതുപോലെ തന്നെ നഖമൊക്കെ ആ ബലികർമ്മത്തെ അറുത്തതിന് ശേഷമായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ദിവസങ്ങളുടെ സവിശേഷത എന്നുള്ള നിലക്ക് നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതിനപ്പുറമായി അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് കൊടുത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള സയ്യിദ് ഫാറൂഖി, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആണ്. നമ്മുടെ ഖുർആൻ ലേണിംഗ് സ്കൂള് അതുപോലെ തന്നെ അൽഫിത്ര പോലെയുള്ള സംരംഭങ്ങളുടെയൊക്കെ മുഖ്യ കാര്യദർശി കൂടിയായിരുന്നു അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മെയും അദ്ദേഹത്തെയും ഒക്കെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത സൽപ്രവർത്തനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകളാണ്. നാദായിഹത്തിലും പരത്തിലും നീ അവർക്ക് സൗഖ്യം നൽകണമേ തമ്പുരാനെ. ഞങ്ങളെ അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين.